ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി കാപ്പി അച്ചാറാണ് കേട്ടോ. ഇങ്ങനെ ഒരു അച്ചാറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവും, നിങ്ങൾ കഴിച്ചിട്ടും ഉണ്ടാവും. പക്ഷേ ഈ പേര് മാത്രം നിങ്ങൾക്കറിയില്ലല്ലോ അല്ലേ? ഇത് ഞങ്ങളിട്ട പേരാണ് കേട്ടോ. 2 ബീട്രൂട്ട് നമുക്ക് കഴുകി ക്ലീൻ ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമുക്കതൊരു ചെറിയ ചെറിയ പീസുകളാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് വേവാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് നിങ്ങളുടെ കുക്കർ എത്ര വിസിലാണോ അടിക്കുന്നത് അത്രയും വിസിൽ നിങ്ങൾക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 3 വിസിലിന് ശേഷം നമ്മുടെ ബീട്രൂട്ട് വെന്ത് വന്നു. അപ്പോൾ അതിലെ വെള്ളമെല്ലാം ഉണ്ടായിരുന്നു. ആ വെള്ളം ഞാൻ അടുപ്പിൽ വെച്ച് വറ്റിച്ചെടുത്തതിന് ശേഷം ചൂടാറിയിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് ഒന്ന് പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നമുക്ക് കണ്ടോ, ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ ഈ ബീട്രൂട്ട് ഒന്ന് അരച്ചെടുക്കാൻ. ഇനി നമുക്ക് അരച്ചെടുത്ത നമ്മുടെ ഈ ബീട്രൂട്ട് നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പ്ലാസ്റ്റിക്കിൻ്റെ ജാറായാലും ചില്ലു ജാറാണെങ്കിലും കുഴപ്പമില്ല. നന്നായി തുടച്ച് ക്ലീൻ ചെയ്ത് വെള്ളമില്ലാത്ത ഒരു ജാറായിരിക്കണം. അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരു 5 എണ്ണം എടുത്താൽ മതി. ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്കിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി കൊണ്ടിരിക്കുമ്പോൾ വിനാഗിരിയുടെ കുറവുണ്ട് എന്ന് തോന്നിയാൽ കുറച്ചുകൂടെ വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഉപ്പിൻ്റെ കുറവുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. വിനാഗിരി നന്നായിട്ട് ബീട്രൂട്ടിൻ്റെ അടിയിലേക്ക് ഇറങ്ങി ചെല്ലണം. ഇനി ഇതിലേക്ക് നമുക്ക് സ്വല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കിയിട്ട് നമുക്കിതൊരു 2 ആഴ്ച സൂക്ഷിച്ച് വെക്കാം. പക്ഷേ മക്കളുള്ള വീടാണെങ്കിൽ ഒരു ദിവസം പോലും വെക്കാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണിതിന്. ഒറ്റ ദിവസം കൊണ്ട് ഇതെടുക്കാം, പക്ഷേ എരിവുണ്ടാവില്ലെന്നേ ഉള്ളൂ. ഒരാഴ്ച കഴിഞ്ഞാൽ എരിവൊക്കെ പിടിച്ച് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഇത് കഴിക്കാൻ കിട്ടും. 2 ആഴ്ച കഴിയുമ്പോഴേക്കും ബീട്രൂട്ടിൻ്റെ കളർ മാറി കാപ്പി കളറായി മാറും. അങ്ങനെയാണ് ഇതിന് കാപ്പി അച്ചാർ എന്ന് പേര് വന്നത് കേട്ടോ. വളരെ രുചികരമായ ഒന്നാണിത്. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കടകളിലെല്ലാം വിൽക്കാൻ വെച്ചിരിക്കുന്നതും അത് വാങ്ങി കഴിച്ചതും ആ ഓർമ്മയിലാണ് കേട്ടോ ഇതുണ്ടാക്കിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.